ബീഹാറിൽ ബിജെപി തോൽക്കുമെന്നാണ് തനിക്ക് ലഭിച്ച വിവരമെന്ന് ബിജെപി എംപി സാക്ഷി മഹാരാജ്. ബീഹാറിൽ പരാജയപ്പെട്ടാൽ അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ ഉത്തരവാദികളല്ലെന്നും സാക്ഷി മഹാരാജ് കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രസ്താവന ബിജെപിയിൽ വലിയ വിവാദത്തിന് വഴിവെച്ചതോടെ സാക്ഷി മഹാരാജ് പ്രസ്താവന പിൻവലിച്ചു. അതേസമയം ബിജെപി വൻ വിജയം നേടുക തന്നെ ചെയ്യുമെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എം സന്തോഷ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, സാക്ഷി മഹാരാജ് മലക്കം പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ എന്താണ് മറ്റു വിവരങ്ങൾ? അരുൺ, ആദ്യ രണ്ട് ഘട്ടത്തിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി.ജെ.പി പരാജയം മണത്തതാണ്. കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്നുള്ള ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് ശത്രുഘ്ൻ സിൻഹ പോലും തന്റെ ട്വിറ്ററിലൂടെ പരാജയപ്പെടുകയാണോ എന്ന് സംശയമുണർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കുന്ന സാക്ഷി മഹാരാജാവ് ബി.ജെ.പി എം.പി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. അത് ബി.ജെ.പിക്ക് ഏറെ ക്ഷീണം ചെയ്യുകയും ചെയ്തു. കാരണം ഇനിയൊരു 3 ഘട്ടം കൂടിയുണ്ട്. 2 ഘട്ടത്തിലെ പരാജയം മണത്തത് ബി.ജെ.പി തന്നെ നേരിട്ട് തുറന്നു പറയുന്നത് ഇനിയുള്ള ഘട്ടങ്ങളിൽ വൻ തിരിച്ചടി നേരിടുകയും ചെയ്യും. സാക്ഷി മഹാരാജാവ് പറഞ്ഞതാകട്ടെ തെരഞ്ഞെടുപ്പ് റാലിയിലും പറഞ്ഞു, പിന്നീട് മാധ്യമങ്ങൾക്ക് അനുവദിച്ച അഭിമുഖത്തിലും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ബീഹാറിൽ ബി.ജെ.പിക്ക് നഷ്ടമുണ്ടാവുന്നു, ബി.ജെ.പി പരാജയപ്പെടുകയാണ്. പക്ഷെ ആ പരാജയം ബീഹാറിന്റെ ഒരു പരാജയം മാത്രമാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പങ്കില്ല. പക്ഷെ അവിടെ പരാജയത്തിന്റെ സൂചനകൾ പരാജയപ്പെടുകയാണ്. കാരണം ജാതി വോട്ടുകളിൽ പോലും വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ യാദവ് വിഭാഗത്തിനെ ലാലു പ്രസാദ് യാദവ് തുടർച്ചയായി പറ്റിക്കുന്നു. നിതീഷ് കുമാറും അത് തന്നെ ചെയ്യുന്നു. അവരെ പിന്തുടരുകയാണ്. അല്ലാതെ ബി.ജെ.പിയുടെ തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിലേക്ക് ഈ ജാതി വോട്ടുകൾ മാറിയിട്ടില്ല എന്നാണ് സാക്ഷി മഹാരാജാവ് വ്യക്തമാക്കിയത്. പക്ഷെ സാക്ഷി മഹാരാജാവിന്റെ ഈ പ്രസ്താവന ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയതുണ്ടാകാം അടിയന്തരമായി അമിത്ഷാ ബീഹാറിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. സാക്ഷി മഹാരാജാവിന്റെ ഈ പ്രസ്താവന തള്ളിപ്പറയുകയും ചെയ്തു. വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ബീഹാറിൽ ബി.ജെ.പി പരാജയപ്പെടുന്നതിന്റെ സൂചനകൾ ആദ്യ 2 ഘട്ടത്തിൽ തന്നെ വ്യക്തമായി. ഇപ്പോൾ അത് ബി.ജെ.പിയിൽ നിന്നുള്ള എംപിമാർ തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. അരുൺ. എം സന്തോഷ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ.